ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് നാരായണീയം തുടരുന്നു. ദശകം 8. പ്രളയവർണ്ണനവും ജഗത്സൃഷ്ടിപ്രകാര വർണ്ണനവും. ശ്ലോകം 1, 2, 3, 4. മലയാള വിവർത്തനം. ഇപ്രകാരം മഹാപ്രളയത്തിൻ്റെ അവസാനത്തിൽ ആദ്യത്തിൽ ഭവിച്ച ബ്രഹ്മകൽപ്പത്തിൽ തന്നെ ജനിച്ചവനായ ബ്രഹ്മാവ് വീണ്ടും അങ്ങയിൽ നിന്നും തന്നെ വേദങ്ങളെ പ്രാപിച്ച് മുമ്പിലത്തെ കൽപ്പത്തെ പോലെ പ്രപഞ്ച സൃഷ്ടിയെ ചെയ്തു. ആ ബ്രഹ്മദേവൻ 1000 ചതുർയുഗകാലം കൊണ്ട് ഗണിച്ച പകലുകളെയും അത്ര തന്നെ കാലം കൊണ്ട് കണക്കാക്കപ്പെട്ട രാത്രികളെയും വളരെ കഴിച്ചുകൂട്ടി. ഇദ്ദേഹം തന്നാൽ സൃഷ്ടിക്കപ്പെട്ട ചരാചരങ്ങളോടുകൂടി അങ്ങയിൽ ലയിച്ചിട്ട് നിദ്ര ചെയ്യുന്നു. അതിനാൽ അദ്ദേഹത്തിൻ്റെ നിദ്ര സമയമായ രാത്രിയെ നൈമിത്തിക പ്രളയമെന്ന് പറയുന്നു. ആ സ്രഷ്ടാവ് പിന്നീട് ഞങ്ങളെപ്പോലെയുള്ളവരുടെ പ്രഭാത കൃത്യങ്ങൾക്ക് തുല്യമായ പ്രപഞ്ച സൃഷ്ടിയെ ദിവസം തോറും അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് ചെയ്യുന്നു. മുമ്പുള്ള ബ്രഹ്മകൽപ്പത്തിൽ ജനിച്ചവർക്കും ദീർഘായുസ്സുകളായ കർക്കണ്ഡേയാദികൾക്കും അപ്പോഴുള്ള സൃഷ്ടിയാവട്ടെ ഉറങ്ങി ഉണരുന്നതിനോട് തുല്യമായി ഭവിക്കുന്നു. ഇപ്പോൾ ഈ ബ്രഹ്മദേവൻ തനിക്കുള്ള ആയുസ്സിൻ്റെ പകുതി ഭാഗവും 50 സംവത്സര പ്രമാണവുമായ ഒരു പാർത്ഥകാലത്തെ അതിക്രമിച്ച് സ്ഥിതി ചെയ്യുന്നു എന്നത് പ്രസിദ്ധമാണല്ലോ, അല്ലേ ഭഗവൻ? അതിൽ ഒടുവിലത്തെ രാത്രിയിൽ ഉണ്ടായതും പിറ്റേന്ന് പ്രഭാതത്തിൽ സംഭവിച്ചതുമായ അങ്ങയുടെ ലീലാവിലാസങ്ങളെ ഞാൻ വർണ്ണിച്ചു പറയാം. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവം കൃഷ്ണാർപ്പണമസ്തു.